ചില സ്ഥലത്തൊക്കെ അമ്പലങ്ങളിൽ ദൈവത്തിന് ഓരോന്ന് കൊടുക്കുമ്പോൾ വെളിച്ചപ്പാട് കോമരം കോഴീനെ അറക്കുക, കോഴീനെ കടിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്നാ ചോദിക്കണത്? അതൊരു വല്ലാത്ത സംഭവമാണില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാനിതിനൊന്നും പോണില്ല. ചിദാനന്ദപുരി സ്വാമി കോഴീനെ അറക്കാനും പോകുന്നില്ല, കോഴീനെ തിന്നാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. എന്നാൽ കോഴിയിറച്ചി കഴിക്കുന്ന ഒരാൾ കോഴിയിറച്ചി കഴിക്കുമെന്ന് വിചാരിച്ചോളൂ. ഈ കൂട്ടത്തിൽ പലരും കഴിക്കുന്നുണ്ട്, എനിക്കറിയാം, കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ കുറേ പേര് ഇറച്ചി കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇറച്ചി കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്, ഇല്ലേ? സത്യമല്ലേ? കള്ളം പറയരുത്. ഇറച്ചി കഴിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ടല്ലോ. ഇതാ ചോദിച്ചാള് നല്ല ആളാ. ചോദിച്ചാള് ശ്രദ്ധിക്കണ്ടേ? ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആള് ചോദിച്ചാളാ. എല്ലാരും ശ്രദ്ധിക്കണം, എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാളാ, അല്ലേ? അപ്പോ അവനവൻ കഴിക്കുന്ന സാധനം, അവനവൻ ഇഷ്ടമുള്ള സാധനം ദൈവത്തിന് കൊടുക്കണ്ടേ? വേണ്ട വേണ്ട. നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനും കൊടുത്തൂടെ? ഇല്ല? എന്താ അഭിപ്രായം നിങ്ങളുടെ? എനിക്ക് കഴിക്കാം, ദൈവത്തിന് കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഈ മോനെ ഇടയ്ക്കിടയ്ക്ക് ബാഗ് എടുക്കുകയും വെക്കുകയും ചെയ്യണ്ടല്ലോ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ വയറും കൂടി ഇങ്ങനെ ഇളകി പോവുക, ആ വയറ്. ശരി, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കഴിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ദൈവത്തിന് കൊടുക്കൂലേ? ഇല്ല. നമ്മളെ വീട്ടില് നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വരുന്നുണ്ടെന്ന് വിചാരിച്ചോ? അയാൾക്ക് നമ്മൾ എന്താ കൊടുക്കുക? ഭക്ഷണം. ലളിതമായ ചോദ്യമാണ്, ഈ നിങ്ങൾ മറുപടി പറയണം. നമ്മളെ വീട്ടില് നമ്മൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, പൂജിക്കുന്ന ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അയാൾക്ക് നമ്മൾ എന്താണ് ഉണ്ടാക്കി കൊടുക്കുക? സദ്യ ആണോ? ആർക്ക് ഇഷ്ടമുള്ളത്? കഴിക്കാൻ വരുന്ന ആൾക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ കൊടുക്കുക. ശരിയായ ഉത്തരം. എങ്കിൽ അയാൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നമുക്ക് അറിയില്ല. എന്നാലോ? അല്ല, അയാൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നമുക്ക് അറിയില്ല. അപ്പോഴോ നമുക്കെന്താണോ ഏറ്റവും ഇഷ്ടം അതാണ് കൊടുക്കുക, അല്ലേ? ശരിയല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയപ്പോഴേ ഒരമ്മ ഞാൻ സ്വാമിക്ക് പ്രത്യേകം ഉണ്ടാക്കിയതാന്നും പറഞ്ഞ് തന്നു. എൻ്റെ ഭഗവാനെ, എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഉള്ളി, വെള്ളുള്ളി, വയ്യ, അത് കഴിച്ചാൽ ഛർദിക്കും. അപ്പൊ എന്താ വെച്ചാൽ ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന, അത് കഴിച്ചാൽ ഞാൻ ഛർദിക്കും. പക്ഷെ ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന, പാവം എത്ര സ്നേഹമായിട്ടാണ് ഉണ്ടാക്കിയത്. അതാ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ നമ്മൾ കൊടുക്കുക, അല്ലേ? അപ്പോ ഈ കോഴിയിറച്ചി ഇഷ്ടമുള്ള ആള് ദൈവത്തിന് എന്താ കൊടുക്കുക? കോഴിയിറച്ചി. അത്രയേ ഉള്ളൂ. ഇഷ്ടമില്ലാത്ത ആളോ അത് കൊടുക്കൂല. പായസം ഇഷ്ടമുള്ള ആള് പായസം കൊടുക്കും. അപ്പൊ പിതൃക്കൾക്കും ദേവതകൾക്കും അവനവന്റെ ആഹാരമാണ് കൊടുക്കേണ്ടത്. അവനവന്റെ ആഹാരമാണ് പിതൃക്കൾക്കും ദേവതകൾക്കും കൊടുക്കുക. അതാണ് അതിനുള്ള മറുപടി.